ഔലിയാക്കളോട് സഹായം ചോദിക്കാം, ശുഹദാക്കളോട് സഹായം ചോദിക്കാം, നമ്മുടെ അമലുകൾ മുൻനിർത്തി നമുക്ക് സഹായങ്ങൾ ചോദിക്കാം. അങ്ങനെ നമ്മൾ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് കൊടുത്ത പ്രത്യേകമായ കഴിവുകൊണ്ട് അവർ നമ്മളെ സഹായിക്കും. അപ്പോഴും സാക്ഷാൽ സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. എല്ലാ വിധികളും റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നവനാണ്. എളിയവനെ വലിയവനാക്കാനും വലിയവനെ എളിയവനാക്കാനും ശേഷിയുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതല്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഗ്ദാദിന്റെ തെരുവീഥികളിലൂടെ അവിടുത്തെ മുരീദന്മാരുമായി സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു സക്രാനായ മസ്താനായ മനുഷ്യൻ അവിടെ കിടക്കുന്നു. ലഹരി ബാധിതനായി കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മാനസികമായി വേദനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ അത് നോക്കി നിൽക്കുമ്പോൾ ശിഷ്യസമേതം നിൽക്കുന്ന ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി ആ സക്രാനായ മദ്യപനായ മനുഷ്യൻ ചോദിക്കുന്നു, യാ അബ്ദുൽ ഖാദിർ, അല്ലാഹു ഖാദിറുൻ അം ഗൈറു ഖാദിർ, അല്ലാഹു ഖാദിറുൻ അം ഗൈറു ഖാദിർ, അല്ലാഹു ഖാദിറുൻ അം ഗൈറു ഖാദിർ. 3 തവണ ചോദിച്ചു, അബ്ദുൽ ഖാദിറേ, അല്ലാഹു ഖാദിറാണോ, കഴിവുള്ളവനാണോ, കഴിവില്ലാത്തവനാണോ? അല്ലാഹു ശേഷിയുള്ളവനാണോ, ശേഷിയില്ലാത്തവനാണോ? അല്ലാഹു എന്തിനും പറ്റുന്നവനാണോ, പറ്റാത്തവനാണോ? 1ാമത്തെ തവണ ഈ ചോദ്യം കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അല്ലാഹു ഖാദിറാണ്, എന്തിനും പറ്റും. 2ാമതും ചോദിച്ചു, അല്ലാഹു ഖാദിറാണോ, ഗൈറു ഖാദിറാണോ, കഴിവുള്ളവനാണോ, ഇല്ലാത്തവനാണോ, ശേഷിയുണ്ടോ, ശേഷിയില്ലേ? 2ാമതും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ശേഷിയുണ്ട്. 3ാമത്തെ തവണ ചോദിക്കുമ്പോൾ شيخ عبد القادر الجيلاني قدس الله سره العزيز فبكى الشيخ بكاء شديدا. പൊട്ടിക്കരഞ്ഞ് നിലത്തേക്ക് വീണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, നഅം നഅം, അതെ അതെ. ശിഷ്യന്മാരോട് പറഞ്ഞു, ആ മനുഷ്യനെ നിങ്ങൾ ചുമക്കുക, അദ്ദേഹത്തെ നിങ്ങൾ ശുദ്ധീകരിക്കുക, അദ്ദേഹത്തിന് ആവശ്യമുള്ള ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കുക, അദ്ദേഹത്തെ നിങ്ങൾ ആദരിക്കുക, അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കുക. പ്രമുഖരായ ശിഷ്യന്മാര് ചോദിച്ചു, സയ്യിദേ, ഒരേ ചോദ്യം 3 തവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ 1ാമത്തെ തവണ പുഞ്ചിരിച്ചുകൊണ്ട് അതേ എന്നങ്ങ് മറുപടി. 2ാമത്തെ തവണയും അത്തരത്തിൽ ആവർത്തിച്ചു. അതേ ചോദ്യം 3ാമത്തെ തവണ കേട്ടപ്പോൾ അങ്ങ് പൊട്ടിക്കരയുന്നു, അങ്ങ് വേദനിക്കുന്നു, വ്യസനിക്കുന്നു, അതാ വിഷമിക്കുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, 1ാമത്തെ ചോദ്യം, ആ മനുഷ്യന്റെ ചോദ്യം, ഈ മോശപ്പെട്ട മദ്യപനായ ഞാൻ തൗബ ചെയ്താൽ അല്ലാഹു എന്റെ തൗബ സ്വീകരിക്കുമോ? അത് സ്വീകരിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണോ അല്ലേ എന്നതായിരുന്നു അയാളുടെ 1ാമത്തെ ചോദ്യം. ആ ചോദ്യത്തിൽ സന്തോഷിച്ചിട്ടാണ് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് നഅം, ആ മനുഷ്യൻ തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും, കുഫ്റല്ലാത്ത ശിർക്കല്ലാത്തതെല്ലാം അല്ലാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും, അല്ലാഹു അവർക്ക് മാപ്പ് കൊടുക്കും. ആ സന്തോഷത്തിൽ നഅം, അതേ എന്ന് ഞാൻ പ്രത്യുത്തരം ചെയ്തു. 2ാമത് ആ മനുഷ്യൻ ചോദിച്ചത്, ആ മനുഷ്യനെ എന്റെ സ്ഥാനത്താക്കാൻ ധാരാളം ശിഷ്യന്മാരുള്ള ധാരാളം നിഅമത്തുകൾ കൊണ്ട് അനുഗ്രഹീതനായ എന്റെ മഖാമിലേക്ക്, എന്റെ സ്ഥാനത്തേക്ക് ആ മനുഷ്യനെ ഉയർത്താൻ, അടുത്ത നിമിഷത്തിൽ ഉയർത്താൻ അല്ലാഹുവിന് ശേഷിയുണ്ടോ, ശേഷിയില്ലേ? അല്ലാഹുവിന് കഴിവുണ്ടോ, കഴിവില്ലേ എന്നാണ് ചോദിച്ചത്. അതിലും എനിക്ക് സന്തോഷമാണ്. ഈ ഉമ്മത്തിൽ ഒരു മനുഷ്യൻ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക എന്നുള്ളത് സന്തോഷം. ആ സന്തോഷത്തിലാണ് അല്ലാഹുവിന് കഴിവുണ്ട് എന്ന് പറഞ്ഞതേ എന്ന് ഞാൻ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ 3ാമത്തെ ചോദ്യം ഭയപ്പെടുത്തി പോയി. 3ാമത്തെ ചോദ്യം ഞെട്ടിച്ചു കളഞ്ഞു. ആ മനുഷ്യൻ 3ാമത് ചോദിച്ചത്, അബ്ദുൽ ഖാദിറേ, എന്റെ സ്ഥാനത്തെടുത്ത നിമിഷം നിങ്ങളെ ആക്കാൻ അല്ലാഹു കഴിവുള്ളവനല്ലേ? നിങ്ങളുടെ ഇൽമ് എടുത്തു മാറ്റാൻ അല്ലാഹുവിന് ശേഷിയില്ലേ? നിങ്ങളുടെ പദവികൾ ഉയർത്തിക്കളയാൻ അല്ലാഹുവിന് കഴിവില്ലേ? നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയാൻ അല്ലാഹുവിന് കഴിവില്ലേ? നിങ്ങളൊന്നുമല്ലാതാക്കാൻ അല്ലാഹുവിന് ശേഷിയില്ലേ? അങ്ങനെ ഒന്നുമല്ലാതാക്കി എന്ന് മാത്രമല്ല, എന്നെ പോലെ തെരുവിൽ കഴിയുന്നൊരു മദ്യപനാക്കാനും അല്ലാഹു ഖാദിറുൻ അം ഗൈറു ഖാദിർ, അല്ലാഹു ശേഷിയുണ്ടോ, കഴിവുണ്ടോ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ
ഞാൻ ഭയപ്പെട്ടുപോയി, വിഷമിച്ചുപോയി. അള്ളാഹുവെങ്ങാനും അത്തരം ഒരു തീരുമാനമെടുത്താൽ സിറാത്ത് പാലം വിട്ടുകിടക്കുന്നതുവരെ, നിങ്ങളുടെ 2 കാൽപാദങ്ങളും സ്വർഗത്തിൽ നിങ്ങൾ ഉറപ്പിക്കുന്നതുവരെ നിങ്ങൾ എന്റെ തീരുമാനത്തെ തൊട്ട് നിർഭയരാകരുത്. നിങ്ങൾ എന്റെ തീരുമാനം